ഫിഫ ലോകകപ്പ് മത്സരങ്ങളിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചു. 12 ഗ്രൂപ്പുകളിലായുള്ള എല്ലാ ടീമുകളുടെയും ആദ്യ മത്സരങ്ങൾ പൂർത്തിയായി. ഹാട്രിക് നേടി ലയണൽ മെസ്സിയും ഇരട്ട ഗോൾ നേടി എംബാപ്പയും എർലിംഗ് ഹാളണ്ടും ഹാരി കെയ്നും വരവറിയിച്ചു കഴിഞ്ഞു. ആദ്യമായി ലോകകപ്പിലെത്തുന്ന പല കുഞ്ഞൻ ടീമുകളും കളിക്കളത്തിൽ വമ്പന്മാരായി മാറി. വമ്പൻ ടീമുകളായ ബ്രസീലും പോർച്ചുഗലും സ്പെയിനുമെല്ലാം ആദ്യ റൗണ്ട് മത്സരത്തിൽ സമനിലയിൽ കുരുങ്ങി വിറച്ചു. ഇതിഹാസ താരം റൊണാൾഡോയുടെ നിറമങ്ങിയ പ്രകടനത്തിനും ലോക ഫുട്ബോൾ ആരാധകർ സാക്ഷിയായി. മത്സരം രണ്ടാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഗ്രൂപ്പുകൾ കൂടുതൽ മുറുകുകയാണോ? അതായത് ഈ കുഞ്ഞൻ ടീമുകളുടെ വലിയ പെർഫോമൻസ് ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ വിറച്ചുപോയ വലിയ ടീമുകൾ ഇവിടെയുണ്ട്. അപ്പോഴാണല്ലോ രണ്ടിലൊരു വ്യത്യാസം വരികയും നമ്മൾ പലരെയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. അങ്ങനെ വമ്പന്മാർ പതറിയിരിക്കുന്നു ചില ആളുകൾ. അതിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അത് ഒരുപക്ഷെ പോർച്ചുഗൽ ഇപ്പോൾ 2 ടീം ഉള്ളതുപോലെയാണ്. ഒന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒന്ന് ബാക്കിയുള്ള സഹതാരങ്ങളും. സത്യത്തിൽ ഈ സഹതാരങ്ങൾ ക്രിസ്ത്യാനോയെ ചതിക്കുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളി മറന്നു പോയതാണോ? അങ്ങനെയൊക്കെയാണോ ഈ കുഞ്ഞൻ ടീമുകൾ ഈ രീതിയിൽ ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്നത്? ഇതാണ് ചോദ്യം. ശ്യാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യാനോയുടെ വിമർശനമാണ്. ക്രിസ്ത്യാനോയ്ക്കെതിരെയുള്ള ഒരുപാട് വിമർശനങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് CK വിനീത് ക്രിസ്ത്യാനോയ്ക്ക് പിന്തുണയുമായി വന്ന ഒരു മണിക്കൂറിലാണ് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ CK വിനീത് പറയുന്ന പല കാര്യങ്ങളിലും സത്യത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ് എന്നത് തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം നമ്മൾ ഒരു ഭാഗത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പിഴവുകൾ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം 25 ടച്ചുകൾ മാത്രമാണ് നടത്തിയത്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ആ ടീം അതൊരു ടീമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കാണാതെ ക്രിസ്ത്യാനോയെ മാത്രം പഴിചാരുന്നതിൽ അർത്ഥമില്ല എന്നാണ് CK വിനീത് പറയുന്നത്. അത് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിലും കാണുന്നത്. നമ്മൾ ആ ടീം ഒരിക്കലും ഒന്നായിരുന്നില്ല. കാരണം അവിടെ പല അസ്വാരസ്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, അതിപ്പോഴും തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മധ്യനിരയുള്ള ഒരു പ്രതിരോധ നിരയുള്ള സ്ട്രൈക്കർമാരിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കമുള്ള ആളുകൾ ഉള്ള ഒരു ടീം, ആ ടീം ഈ തരത്തിൽ പെർഫോം ചെയ്താൽ മതിയോ എന്ന ചോദ്യത്തിൽ ക്രിസ്ത്യാനോയിൽ മാത്രം ആ വിമർശനം ഒതുക്കേണ്ടതില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ ഇനി മുതൽ നമ്മൾ ഈ കുഞ്ഞൻ ടീമുകൾ എന്ന പദം മാറ്റിവെക്കണം എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഈ ലോക ഫുട്ബോൾ ആകെ തന്നെ ഇപ്പോൾ അത് സാർവത്രികമായി എല്ലാ ഭാഗങ്ങളിലും ഫുട്ബോളിൻ്റെ പുതിയ ടെക്നിക്കുകൾ എത്തുന്ന ഒരു കാലമാണ്. ആ കാലം ആയതുകൊണ്ടും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യയിലുള്ള ആളുകൾക്കൊക്കെ അവസരങ്ങൾ വരുന്ന ഒരു കാലമായതുകൊണ്ടാകാം നമ്മുടെ ടീമുകൾ, അത് ഏഷ്യയിലെ ടീമുകളായാലും അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ചെറിയ ടീമുകൾ എന്ന് നമ്മൾ നേരത്തെ വിലയിരുത്തിയിരുന്ന ആളുകളായാലും അവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു. ആ തരത്തിൽ ഫുട്ബോൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പഴയ കാലത്തെ കണക്കുകൾ വെച്ച് നമുക്കിനി കുഞ്ഞൻ ടീമുകൾ എന്ന് പറയാൻ പോലും പറ്റാത്ത തരത്തിലാണ് ഈ ലോകകപ്പ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞതുപോലെ കേപ്പ് വെർദെ ആയാലും അത് കുറസാവോ ആയാലും മറ്റ് ചെറിയ ടീമുകൾ പല ടീമുകളായാലും നമ്മൾ എടുത്തു പറയുമ്പോൾ അവരൊക്കെ, അത് സൗത്ത് കൊറിയയുണ്ട്, ഏഷ്യയിൽ നിന്ന് സൗത്ത് കൊറിയയുണ്ട്, ജപ്പാനുണ്ട്. ജപ്പാൻ നെതർലൻഡ്സിനെ 2-2 സമനിലയിൽ തളച്ചത് നമ്മൾ കണ്ടു. അങ്ങനെ ചെറിയ ടീമുകൾ എന്ന് പറഞ്ഞ ആളുകൾ ഒരു ഹീറോകളാകുന്നതാണ് കണ്ടത്. ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായി. ഇനി രണ്ടാം റൗണ്ട് മത്സരത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഏത് നിമിഷവും ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത കുറയുന്നത് നമുക്കറിയാം. 16 ടീമുകൾ മാത്രമാണ് പുറത്തേക്ക് പോവുക. നേരത്തെ ഉണ്ടായിരുന്ന പോലെ 32 ടീമുകൾക്ക് അവസരമുള്ള ഒരു ലോകകപ്പാണ് ഇത് എന്നത് കൂടിയുണ്ട്. നോക്കൗട്ടിൽ 32 ടീമുകൾക്ക് അവസരമുള്ള ഒരു ലോകകപ്പാണ്. അതുകൊണ്ട് പുറത്തേക്ക് പോകും എന്നതല്ല. പക്ഷേ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇനി കൊളംബിയ അടക്കമുള്ള ടീമുകളൊക്കെ നേരിടേണ്ടതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ മാത്രം ആ വിമർശനം ഒതുക്കിയാൽ ടീമിൻ്റെ യഥാർത്ഥ പ്രശ്നം തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. അതിന് പരിശീലകനും മറ്റ് താരങ്ങളും കൂടി ഉത്തരവാദികളാണ് എന്ന് കൂടി പറയേണ്ടി വരും. ശരി, രുചിശ്രീ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.